കൂടിയുണ്ട്. ഒന്ന് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് സംസാരിക്കണം. അതിനിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. അതിജീവിതയായ യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയച്ച ഭീഷണി സന്ദേശമാണ് ഇന്ന് പുറത്തു വന്നത്. പേടിപ്പിക്കാൻ നീ എന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ടതും തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പറയുന്നത്. സ്റ്റെഫിൻ തന്നെയാണ് വിവരങ്ങളുമായി തുടരുന്നത്. സ്റ്റെഫിൻ, നിയമവ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭീഷണി സന്ദേശം അയക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. അതുമാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വായിച്ചു നോക്കുമ്പോൾ ഈ മുൻപുള്ള 2 കേസുകൾ ഒന്നുകിൽ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ നടപടികളൊക്കെ പോകുന്നതിനിടയ്ക്ക് ആണ് ഇങ്ങനെ ഒരു സന്ദേശവും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോടതിയിൽ എത്തിയാൽ പോലും നിനക്കറിയാമല്ലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന അത്രയും അമിതാത്മവിശ്വാസത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത്. അതെ, നമുക്ക് ആ ചാറ്റ് ഒന്ന് കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ സമീപകാലത്ത് ഒരുപക്ഷെ ഈ അതിജീവിതയായിട്ടുള്ള യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും സംസാരിച്ചപ്പോഴുണ്ടായ ആശയവിനിമയമാണ് ആ ചാറ്റിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അതിൻ്റെ എക്സ്ട്രീമിൽ എത്തി നിൽക്കുകയാണ്. ഈ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കോടതിയിൽ നിന്ന് നിസ്സാരമായി മറ്റ് 2 കേസുകളിലും ഊരിപ്പോയതുപോലെ അങ്ങനെ ഊരി വരാൻ കഴിയുമെന്നുള്ള ധ്വനിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചാറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അതിഗുരുതരമായ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. യുവതിയുടെ പരാതി ഉന്നയിച്ച് ആ യുവതിയുടെ വീട്ടിലേക്ക് വരും, വീട്ടുകാരെ എല്ലാം തന്നെ അറിയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ഇനി കോടതി ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. ഒപ്പം തന്നെ ഈ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ കോടതിയുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കഴിഞ്ഞ 2 കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് സമാന്തരമായി അതിൻ്റെ അന്വേഷണമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ചാറ്റും പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകിയിട്ടുണ്ട്. അതും പരിഗണിക്കും. കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ കേസിനെ ബാധിക്കാനുള്ള സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഈ സാക്ഷികളെയോ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നൊരു നിലപാടാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം തരത്തിലായിരിക്കും സ്റ്റെഫിൻ? ഇപ്പോൾ നമ്മളാണെങ്കിൽ ഈ ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മുൻപുള്ള 2 പരാതികളിലും ഈ ചാറ്റുകൾ അല്ലെങ്കിൽ ശബ്ദരേഖ അങ്ങനെ ഡിജിറ്റൽ തെളിവുകളൊക്കെ മുന്നിലേക്ക് വന്നതാണ്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ നോ അറസ്റ്റ് വരുന്നു. 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യമൊക്കെ ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലില്ലേ? ഉറപ്പിക്കുന്ന തരത്തിൽ കസ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ വന്നാലേ പറ്റൂ. കാരണം സമാനമായിട്ടുള്ള 3 പരാതികളാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ അന്വേഷണ സംഘം എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരം കുറ്റവാളിയാണ്. ഇത് 3ാമത്തെ കേസാണ്. സമാനമായ രീതിയിൽ തന്നെ 3ാമത്തെ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. ബലാത്സംഗം അടക്കമുള്ള ഗുരുതര കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇളവ്, ഒരു ജാമ്യത്തിലേക്ക് ഈ പ്രതി പോയി കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണമോ മറ്റ് ശാസ്ത്രീയമായ അന്വേഷണമോ ഒന്നും തന്നെ ഇനി മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സമയം വേണം. കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ യുവതിയുടെ മൊഴി കൃത്യമായി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വീഡിയോ കോളിലൂടെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ളത്. 8ാം തീയതിയാണ് ഈ പരാതി വന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 3 ദിവസം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ ഒരു ആയുസ് എത്തിയിട്ടുള്ളൂ. തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി ഗുരുതര ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലെ തെളിവ് ശേഖരണം, CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിൽ അത് എടുക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ, ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ വിവരങ്ങൾ എല്ലാം തന്നെ എടുക്കണം. ഒപ്പം ഈ യുവതി പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നഗ്നചിത്രങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കലുണ്ട്. അത് വെച്ച് ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്നലെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി പരിശോധിക്കുന്നതിനോ അതിൻ്റെ പാസ്വേഡൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ശാസ്ത്രീയമായി ആ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ, കടമ്പകൾ ഇപ്പോഴും നിലവിൽ അന്വേഷണത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കോടതിക്ക് മുന്നിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അന്വേഷണ
സംഘത്തിന് കോടതിക്ക് മുന്നിലേക്ക് നിരത്തേണ്ടി വരും. അല്ലെങ്കിൽ മറ്റ് 2 കേസുകൾ ഉണ്ടായതുപോലെ സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ നിലവിലുണ്ട്. തെളിവുകൾ ശക്തമല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സമാന്തരമായി മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന് ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഈ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറെക്കാലത്തെ പരിചയമുണ്ടായിരുന്നു. യുവതി പ്രായപൂർത്തിയായ ഒരാളാണ്. യുവതിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ഒപ്പം ആ മുറി ബുക്ക് ചെയ്തത് യുവതിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം ഈ പരാതി വന്നതിൽ ഒരു ദുരൂഹതയുണ്ട് എന്നൊരു ആരോപണം കൂടി ആ ജാമ്യാപേക്ഷയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം 2024 സംഭവിച്ച ഒരു കാര്യത്തിന് 2026 പരാതി നൽകുന്നു. ഇത്രയധികം കാലതാമസം ഉണ്ടായത് ഒരു ആശയക്കുഴപ്പം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജമായി കെട്ടിച്ചമച്ച പരാതിയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇരുവരും തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് 2 പേരും പരസ്പരം സമ്മതിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കില്ല എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.